എൻ്റെ കർത്താവിൻ വിശ്വസ്തത എത്ര വലുത്, അതിനൽപ്പം പോലും മാറ്റമില്ലല്ലോ. എൻ്റെ വാക്കുകൾ ഞാൻ പലവട്ടം മാറ്റിയപ്പോഴും നിന്റെ വിശ്വസ്തത മാറിയില്ലല്ലോ. എൻ്റെ കർത്താവിൻ വിശ്വസ്തത എത്ര വലുത്, അതിനൽപ്പം പോലും മാറ്റമില്ലല്ലോ. എൻ്റെ വാക്കുകൾ ഞാൻ പലവട്ടം മാറ്റിയപ്പോഴും നിന്റെ വിശ്വസ്തത മാറിയില്ലല്ലോ. അങ്ങേ സ്നേഹത്തോട് ഉപമിക്കുവാൻ ഇല്ലയാതൊന്നുമില്ല പ്രിയനേ. ഈ സ്നേഹത്തെ അകറ്റാൻ ഇല്ലയാർക്കും സാധ്യമല്ല. അങ്ങേ കൃപ മതി ധരയും നിലനിന്നിടാൻ, അത് ബലഹീന വേളകളിൽ തികഞ്ഞു വരും. എന്റെ ക്രിസ്തു എന്ന തലയോളം ഉയർത്തിടുവാൻ സത്യവചനമെന്നാവെന്നും നിലനിർത്തണേ. അങ്ങേ കൃപ മതി ധരയിൽ നിലനിന്നിടാൻ, അത് ബലഹീന വേളകളിൽ തികഞ്ഞു വരും. എന്റെ ക്രിസ്തു എന്ന തലയോളം ഉയർത്തിടുവാൻ സത്യവചനമെന്നാവെന്നും നിലനിർത്തണേ. ചെങ്കടൽ നീ എനിക്കായി മാറ്റി തന്നിട്ടും ഞാൻ വീണ്ടും നിന്നോടകന്നിരുന്നപ്പോ എന്റെ യാതൊക്കെയും തിരുവെളുപ്പുമോർക്കാതെ അങ്ങേ ദീർഘക്ഷമ കാട്ടിയല്ലോ നീ. ചെങ്കടൽ നീ എനിക്കായി മാറ്റി തന്നിട്ടും ഞാൻ വീണ്ടും നിന്നോടകന്നിരുന്നപ്പോ എന്റെ യാതൊക്കെയും തിരുവെളുപ്പുമോർക്കാതെ അങ്ങേ ദീർഘക്ഷമ കാട്ടിയല്ലോ നീ. അങ്ങേ സ്നേഹത്തോട് ഉപമിക്കുവാൻ ഇല്ലയാതൊന്നുമില്ല പ്രിയനേ. ഈ സ്നേഹബന്ധത്തെ അകറ്റാൻ ഇല്ലയാർക്കും സാധ്യമല്ല. അങ്ങേ കൃപ മതി ധരയിൽ നിലനിന്നിടാൻ, അത് ബലഹീന വേളകളിൽ തികഞ്ഞു വരും. എന്റെ ക്രിസ്തു എന്ന തലയോളം ഉയർത്തിടുവാൻ സത്യവചനമെന്നാവെന്നും നിലനിർത്തണേ. അങ്ങേ കൃപ മതി ധരയിൽ നിലനിന്നിടാൻ, അത് ബലഹീന വേളകളിൽ തികഞ്ഞു വരും. എന്റെ ക്രിസ്തു എന്ന തലയോളം ഉയർത്തിടുവാൻ സത്യവചനമെന്നാവെന്നും നിലനിർത്തണേ. ചുരുങ്ങിയ സമയത്തിൽ നമുക്ക് കുറച്ച് വേദഭാഗം നമുക്ക് ധ്യാനിക്കാം. അത് നമ്മുടെ ആത്മീയ അനുഗ്രഹത്തിന് വേണ്ടിയും നമ്മുടെ മുന്നോട്ട് നടത്തിപ്പിന് വേണ്ടിയും ഈ വചനം നമ്മളെ ഓരോരുത്തരും സഹായിക്കും. അപ്പോൾ നമുക്ക് പ്രാർത്ഥനയോടുകൂടി ഓരോ വ്യക്തികൾക്ക് ആയിരിക്കാം. അതായത് ഗലാത്യർ 4-ാം അധ്യായം 6-7 വാക്യങ്ങൾ ഒരാൾക്ക് വായിക്കാം. അതായത് 6-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, നിങ്ങൾ മക്കളാകുകൊണ്ട് ആബാ പിതാവേ എന്ന് വിളിക്കുന്ന സ്വപുത്രന്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയങ്ങളിൽ അയച്ചു. അതായത് നമ്മുടെ ഹൃദയത്തിൽ ദൈവത്തിന്റെ ആത്മാവിനെ അയച്ചെന്ന് പറയുന്നത്, അതായത് സ്വന്തം പുത്രന്റെ, അതായത് യേശുക്രിസ്തുവിന്റെ ആത്മാവിന് നമ്മുടെ ഉള്ളത്തിൽ നിറച്ചെന്നാണ് പറയുന്നത്. അതായത് കർത്താവ് എന്തിനാണ് വന്നതെന്നറിയാം, പക്ഷേ നമ്മുടെ ആത്മാവിന് നമുക്ക് വേണ്ടത് എന്തെന്നുള്ളത് ദൈവത്തിന് പൂർണ്ണമായിട്ട് അറിയാം. അതുകൊണ്ട് ഈ വാക്യത്തിൽ പറയുന്നത് നമ്മുടെ ഉള്ളത്തിൽ ആരെ നിറച്ച്, നമ്മളെ പുത്രന്റെ ആത്മാവിന് നമ്മുടെ ഉള്ളത്തിൽ നിറച്ചെന്നാണ് പറയുന്നത്. സ്വന്തം പുത്രന്റെ ആത്മാവിനെ, അതാ പരിശുദ്ധാത്മാവിന് നമ്മുടെ ഉള്ളത്തിലുണ്ട്. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഈ ദൈവവചനം കേൾക്കുവാനും നമ്മുടെ ചെവി തുറന്ന് ഇവിടെ വന്ന് ഇരിക്കുകയും ചെയ്യുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ ഒരിക്കലും നമ്മൾ ഈ ദൈവസഭയിലോട്ട് കടന്നു വരത്തില്ല. നമ്മൾ ഓരോ ഭവനത്തിൽ അല്ലെങ്കിൽ വേറെ വല്ല മറ്റു സ്ഥലങ്ങളിലായിരിക്കും. പക്ഷേ ദൈവം നമ്മളെ സ്നേഹിക്കുന്നതുകൊണ്ട് മാത്രമാണ് ആ പുത്രന്റെ ആത്മാവിനെ നമ്മുടെ ഓരോ വ്യക്തിയുടെ ഉള്ളിലോട്ട് നമ്മൾ ദൈവം നിറച്ചത്. അതായത് അപ്പം നമ്മൾ ഈ വേദഭാഗം വായിക്കുമ്പോഴത്തേക്ക് നമ്മളെ ഒന്ന് ശോധന ചെയ്യാൻ വേണ്ടിയാണ്. അതായത് നമ്മൾ ഏത് രീതിയിൽ നടക്കുന്നു, അതായത് നമ്മൾ ആത്മസ്വഭാവമുള്ളവരാണോ ജഡീകമായുള്ള സ്വഭാവമുള്ളവരാണോ എന്ന് അറിയാൻ വേണ്ടിയാണ് നമ്മൾ ഈ വേദഭാഗം വായിക്കുന്നത്. ഈ ഗലാത്യർക്കുള്ള ലേഖനം എഴുതിയേക്കുന്നത് തന്നെ അതിനു വേണ്ടിയാണ്. നമ്മൾ ആത്മാവിന്റെ പുതുക്കത്തിൽ നടക്കാൻ വേണ്ടി. നമുക്കിപ്പോൾ ഒരു ആത്മ മനുഷ്യനാണെന്നറിയാം, പക്ഷെ ആത്മാവ് ഉണ്ടോ എന്ന് നമ്മളൊന്ന് ശോധന ചെയ്ത് നോക്കാം. അപ്പോൾ അതിനുവേണ്ടിയാണ് നമ്മൾ ഈ ദൈവവചനം നമ്മൾ ധ്യാനിക്കുന്നത്. അപ്പോഴത്തേക്ക് 7-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, അങ്ങനെ നീ ഇനി ദാസനല്ല പുത്രൻ എത്രേ, പുത്രൻ എന്തോ ദൈവഹിതത്താൽ അവകാശിയുമാകുന്നു. അതായത് നമ്മൾ പണ്ട് പഴയ നിയമം വായിച്ചു നോക്കുമ്പോഴത്തേക്ക് യഹൂദന്മാർ എങ്ങനെ ദൈവത്തെ കണ്ടിരുന്നറിയാവോ? അതായത് ഒരു യജമാനന് എങ്ങനെ ഒരു ആവശ്യം നടക്കുന്ന ഒരു യജമാന്റെ അടുത്ത് ചെന്ന് ഇങ്ങനെ കാര്യം പറയും. അത് എൻ്റെ ആവശ്യത്തിന് വേണ്ടി എൻ്റെ ഒരു യജമാനുണ്ട്, എൻ്റെ ഒരു ബോസ് ഉണ്ട്, അവരുടെ അടുത്ത് ചെന്ന് എങ്ങനെ എനിക്ക് കാര്യങ്ങൾ പറയും, എനിക്ക് ഇന്ന ആവശ്യങ്ങളുണ്ട്, എനിക്ക് ഇന്ന സാധനം വേണം, എനിക്ക് എൻ്റെ കടഭാരം മാറണം, അങ്ങനെ ഓരോ വിഷയത്തിനായിട്ട് ചെന്ന് പറയുന്നത് യജമാനായിട്ടാണ് കണ്ടിരുന്നത് പണ്ട് യഹൂദന്മാർ കണ്ടിരുന്നത്. പക്ഷേ അതിനപ്പുറത്തായിട്ട് യേശുക്രിസ്തു വന്നതിന് ശേഷം നമ്മൾ ഏറ്റവും കൂടുതൽ പിതാവായ ദൈവം നമ്മളെ സ്നേഹിക്കുന്നത് കൊണ്ട് എന്ത്
ചെയ്തെന്നറിയാവോ? ആ പുത്രനെ നമുക്ക് വേണ്ടി അയച്ച പുത്രൻ്റെ ആത്മാവിന് നമ്മുടെ ഉള്ളത്തിലോട്ടൊന്ന് പറഞ്ഞിട്ട് പറഞ്ഞ്, നിങ്ങൾ ഇനി എന്തോ യജമാനനല്ല എന്നെ വിളിക്കേണ്ടത്, യജമാന എന്നല്ല വിളിക്കേണ്ടത്, പിതാവേ എന്ന് വിളിക്കാൻ പറ്റുന്നത്. അതായത് ആബാ പിതാവേ, അതായത് ഒരിക്കലും അകലം വരാത്ത ഒരു സ്നേഹം. മനസ്സിലായില്ലേ? നമ്മളൊരു അപ്പനായാലും നമുക്ക് കുറച്ച് സ്നേഹമൊക്കെ കുറവ് വരും. പക്ഷേ ദൈവം പറയുന്നത്, നിങ്ങൾ ഏറ്റവും കൂടുതൽ ആരെ സ്നേഹിക്കുന്നതിനെക്കാട്ടി ഏറ്റവും കൂടുതൽ എന്നെ സ്നേഹിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. അതായത് നമ്മളെ വീണ്ടെടുത്ത ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. നമ്മൾ നശിച്ചു പോകാതിരിക്കാൻ വേണ്ടി നമ്മൾ ആരിൽ വസിക്കണമെന്നുണ്ട്? നമ്മളെ പിതാവായ ദൈവത്തിലോട്ട് ആഴമായി ഒന്ന് ചേർന്നിരിക്കണം. അതിനാ ദൈവം ആഗ്രഹിക്കുന്നത്. ആ പുത്രൻ്റെ ആത്മാവിന് നമ്മൾ തന്നത് എന്തെന്നറിയാവോ? ആ ദൈവത്തോടൊന്ന് ചേർന്നിരിക്കാൻ വേണ്ടി. അപ്പം നമുക്ക് എപ്പോഴും ഒരു ബോധ്യമാണ്, ദൈവമക്കൾ നമ്മൾ പ്രാർത്ഥിക്കുന്നവരാ, നമ്മൾ ആത്മാവിൽ പ്രാർത്ഥിക്കുന്നവരാ, അല്ലാതെയും പ്രാർത്ഥിക്കുന്നവരാ, രണ്ട് രീതിയിലും പ്രാർത്ഥിക്കുന്നവരാ. പക്ഷേ നമ്മൾ ആത്മാവിൻ്റെ ഒരു പുതുക്കമുണ്ട്, അല്ലെങ്കിൽ ഒരുക്കമുണ്ടോ എന്ന് നമുക്ക് ശോധന ചെയ്ത് നോക്കണം. അതായത് നമ്മളിപ്പോൾ ഇവിടെ ഇരിക്കുമ്പോഴത്തേക്ക് നമ്മൾ പ്രാർത്ഥിക്കുന്ന വ്യക്തികളാണ്. ഞാൻ പ്രാർത്ഥിക്കും, നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്നവരാ. ഞാനും ഒരുപാട് ദിവസം ഇന്ന് പ്രാർത്ഥിക്കുമ്പോഴത്തേക്ക് നമ്മൾ പ്രാർത്ഥിക്കുന്ന ചില ജഡീകമായ കുറേ ആവശ്യങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന അല്ലേ? നമ്മൾ ഏറ്റവും കൂടുതൽ ബൈബിൾ എടുത്തിട്ട് ഇങ്ങനെ മുമ്പ് വെച്ചിട്ട് നമ്മൾ ആവശ്യങ്ങൾ മുമ്പേ നിരത്തിയും വയ്ക്കും. കർത്താവേ എനിക്ക് അത് വേണം. അത് സ്വാഭാവികമാണ്, ഞാനും പറയുന്നത് തന്നെയാണ്. ഞങ്ങൾ ആരെയും കുറ്റപ്പെടുത്തുന്നല്ല, എൻ്റെ സ്വഭാവം അതാണ്. അത് എൻ്റെ ആവശ്യങ്ങൾ ഒരുപാട് എന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷേ അപ്പം വന്ന് നമ്മുടെ മുമ്പിൽ വന്ന് ഇരിക്കുമ്പോഴത്തേക്ക് എല്ലാ ദിവസവും ഒരേ ആവശ്യങ്ങൾ മാത്രം പറയുന്ന ഒരേ ആവശ്യം തന്നെ, കർത്താവ് എനിക്ക് എൻ്റെ കടഭാരം മാറണം, എനിക്ക് എൻ്റെ ബുദ്ധിമുട്ട് മാറണം, എൻ്റെ പ്രശ്നങ്ങൾ മാറണം എന്ന് അപ്പം വന്ന് ഒരു കസേരയിട്ടിന് മുമ്പേ ഇരിക്കുക. അപ്പോൾ അപ്പൻ്റെ മുമ്പ് ചെന്നിട്ട് നമ്മൾ എല്ലാ ദിവസവും ചെന്ന് പറയുകയാണ്, കർത്താവേ എനിക്ക് ഇന്ന ആവശ്യങ്ങളുണ്ട്. പക്ഷേ നമ്മൾ എന്തോ ചെയ്യുമെന്ന് അറിയാവോ? ദൈവത്തോട് പറയുന്നുണ്ട്, പക്ഷെ നമ്മൾ ഒരിക്കലും ദൈവം പറയുന്നത് നമ്മൾ കേൾക്കാൻ വേണ്ടി ഇരിക്കുന്നില്ല. ദൈവം ആഗ്രഹിക്കുന്നത് എന്തെന്നറിയാവോ? ഒരു അപ്പൻ്റെ അടുത്ത് നിന്ന് സംസാരിക്കുമ്പോഴത്തേക്ക്, നമ്മളൊരു അച്ഛൻ്റെ അടുത്ത് നിന്ന് സംസാരിക്കുമ്പോഴത്തേക്ക് എന്തുവാണ്? അപ്പൻ്റെ അടുത്ത് കാര്യം പറയും, അച്ഛൻ എനിക്കിങ്ങനെ ആവശ്യമുണ്ട് എന്ന് പറയുമ്പോഴത്തേക്ക് അച്ഛൻ പറയും, മക്കളെ ഞാൻ നിറവേറ്റി തരാം, ഞാൻ നിറവേറ്റി തന്നിരിക്കുന്നു, അല്ലെങ്കിൽ എനിക്ക് എൻ്റെ ബാങ്കിൽ കുറച്ച് ക്യാഷ് ഉണ്ട്, എനിക്ക് ഇപ്പം തന്നെ തരാം എന്നെല്ലാം പറയും കേട്ട്. പക്ഷെ നമ്മൾ എന്തോ ചെയ്യുന്നറിയാമോ? ദൈവത്തിൻ്റെ ആവശ്യങ്ങൾ പറയുന്നുണ്ട്, പക്ഷെ ദൈവം പറയാൻ നമ്മൾ കേൾക്കാൻ വേണ്ടി നമ്മൾ ഇരിക്കുന്നില്ല. ദൈവ ശബ്ദം കേൾക്കാൻ വേണ്ടി നമ്മൾ അകത്തെ ആ ശബ്ദം കേൾക്കുക, ആ ദൈവത്തിന്റെ ശബ്ദം കേൾക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിൽ ദൈവത്തിന്റെ ആത്മാവുണ്ട് ഉണ്ടല്ലോ. എല്ലാവരും ഉള്ളിലും ആത്മാവുണ്ടല്ലോ. നമ്മുടെ ഉള്ളത്തിൽ നമ്മൾ ദൈവത്തിന്റെ ആത്മാവുണ്ട്. ആത്മാവ് നമ്മൾ സംസാരിച്ചുകൊണ്ടേയിരിക്കും. അത് ചലിക്കുന്നതാ, നമ്മളെ ചലിപ്പിച്ചുകൊണ്ടിരിക്കുന്നതാ. ഈ ലോകത്തുനിന്ന് വേർതിരിച്ച് നമ്മൾ നിർത്തിയിരിക്കും, നമ്മൾ ചലിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മൾ ഒരു സ്ഥലത്ത് നിർത്തിയിരിക്കുകയല്ല, ദൈവത്തിൻ്റെ സന്നിധിയോട് ചെന്ന് ഇരിക്കുമ്പോഴത്തേക്ക് കർത്താവ് വ്യക്തമായി നമ്മളോട് സംസാരിച്ച് ദൈവത്തിൻ്റെ ആലോചനകൾ തന്നുകൊണ്ടേയിരിക്കും. നമ്മൾ മറ്റൊരു വേദഭാഗം വായിക്കാം. 1 യോഹന്നാൻ 4-ാം അധ്യായം 7, 8, 9 വാക്യം. അപ്പോൾ ഇവിടെ പറയുന്നുണ്ട്, നമുക്ക് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ ഉള്ളിലുണ്ട്, എല്ലാം നമുക്ക് ബോധ്യമുണ്ട്. അപ്പം നമ്മൾ ദൈവത്തിന് ജനിക്കണമെങ്കിൽ നമ്മൾ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടോ? ഒന്നും കൂടെ ഒന്ന് ഉറച്ചൊന്ന് പറഞ്ഞു വെച്ചിരുന്നു. ദൈവത്തിന് നമ്മൾ ജനിച്ചെങ്കിൽ എന്താണ് നമ്മൾ വേണ്ടത്? സ്നേഹം വേണം അല്ലേ? നമ്മുടെ ഉള്ളത്തിൽ നിന്ന് എന്താണ് ഒരു ഉറവുണ്ട് അല്ലേ? സ്നേഹത്തിൻ്റെ ഒരു ഉറവുണ്ട്, ക്രിസ്തുവിൻ്റെ ഒരു ഉറവുണ്ട്. നമ്മളിപ്പോൾ ഉറവെന്നൊക്കെ കേട്ടിട്ടുണ്ട്. ആ ഉറവ് എന്താണെന്നറിയാവോ? ആ ഉറവെന്ന് പറയുന്നത് നമ്മുടെ സ്നേഹമാണ്. ആ ക്രിസ്തുവിൻ്റെ സ്നേഹമാണ്, ദൈവികമായ സ്നേഹമാണ്. അത് മറ്റുള്ളവർക്ക് ആർക്കും ഇല്ലാത്തൊരു സ്നേഹം എന്തുമാണ് എൻ്റെ ഹൃദയത്തിൽ തന്നിരിക്കുന്നത്. ഞാനും ദൈവമായിട്ടുള്ള ബന്ധം. പക്ഷേ ഞാനും ദൈവമായിട്ടൊരു ബന്ധമുണ്ട്. ആ ദൈവത്തെ നമ്മൾ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ആ സ്നേഹം എന്തെന്നറിയാവോ? ഒരു സ്ഥലത്ത് അടങ്ങി നിൽക്കുന്നതല്ല, ഒതുക്കി നിർത്തുന്നതല്ല, ഒരു സ്ഥലത്ത് അടപ്പിട്ട് മൂടി വയ്ക്കാൻ കഴിയുന്നതല്ല. അതെന്താണ്? ഉറവയാണെങ്കിൽ ഒലിച്ചുകൊണ്ടേയിരിക്കും, ഇങ്ങനെ ഊറിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഈ ഊറിക്കൊണ്ടിരിക്കുന്ന ആ വെള്ളം, അതായത് ഒരു തോട്ടിലെ വെള്ളം, ഇത് കണക്ക് ഊറിക്കൊണ്ടിരിക്കുന്ന വെള്ളം എവിടെയും തടഞ്ഞു നിർത്താൻ പറ്റുമോ? അത് ഒഴുകിക്കൊണ്ടേയിരിക്കും, ആത്മനദിയിലോട്ട് ഒഴുകിക്കൊണ്ടേയിരിക്കും. അതുപോലെ നമ്മുടെ ആ ദൈവം എന്ന സ്നേഹം ഒരു സ്ഥലത്ത് അടങ്ങി നിൽക്കുന്നതല്ല, മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നതാണ്. അതാ ദൈവവചനത്തിൽ പറയാം, നമ്മളെ കാണുന്നവരെന്തോ ചെയ്യണം? ക്രിസ്തുവിനെ കാണണം. നമ്മളിലൂടെ ആരെ കാണണം? നമ്മൾ ക്രിസ്തുവിനെ കാണണം. ആ ക്രിസ്തുവിന് നമ്മുടെ മുഖം കണ്ടില്ലെന്നുണ്ടെങ്കിൽ എന്താണ്? നമ്മളിൽ നിന്ന് സ്നേഹം ഉത്ഭവിക്കുന്നില്ല. നമ്മളിൽ നിന്ന് സ്നേഹം എന്താണ്? അടക്കി വെച്ചിരിക്കുകയാണ്. ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്, പക്ഷെ മറ്റുള്ളവർ സ്നേഹിക്കാതിരിക്കുമ്പോഴത്തെ നമ്മൾ എന്തോ ചെയ്യുന്നത്? ആ സ്നേഹമുള്ള സ്റ്റോപ്പാണ് ചെയ്യുന്നത്. നമുക്ക് വേണം സ്നേഹം അല്ലേ? നമുക്ക് വേണം സ്നേഹം, പക്ഷെ മറ്റുള്ളവർക്ക് കൊടുക്കാൻ നമുക്ക് എന്തോ പറ്റത്തില്ല, കൊടുക്കാൻ കഴിയുന്നില്ല. അത് കൊടുക്കാതിരിക്കുമ്പോൾ എന്തോന്നാണ്? അത് തടഞ്ഞു നിർത്തിയിരിക്കേ. നമ്മുടെ സ്നേഹം, ദൈവീയമായ സ്നേഹം നമ്മൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ കഴിയുന്നില്ല. അപ്പം ദൈവം ആഗ്രഹിക്കുന്നതെന്നറിയോ? ദൈവം പകർന്നു കൊടുക്കുന്ന ഒരു പരിമള തൈലം പോലെ പകർന്നു കൊടുക്കുന്ന ദൈവം. നമ്മുടെ സ്നേഹം, നമ്മുടെ ഉള്ളത്തിൽ ദൈവം വസിക്കുന്നുണ്ടെങ്കിൽ, ആത്മാവ് വസിക്കുന്നുണ്ടെന്ന് നമ്മൾ ബോധ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ, ആ ദൈവത്തിൻ്റെ സ്നേഹം നമ്മളിൽ നിന്ന് ഉത്ഭവിക്കും. അത് മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ കഴിയും, മറ്റുള്ളവരെയും നമ്മൾ സ്നേഹിക്കും, മറ്റുള്ളവർ നമ്മൾ കൂട്ടായ്മയിലോട്ട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കും. നമ്മളിപ്പോൾ ഇവിടെ നിന്ന് കൂടി വന്നിരിക്കുന്നത് എന്തുകൊണ്ടാണ് നമ്മളിരിക്കുന്നത്? നമ്മൾ ഈ കൂടി വന്നിരിക്കുന്ന ദൈവമായിട്ടുള്ളൊരു ബന്ധം കൊണ്ടാണ്.
സഹോദരങ്ങളായിട്ട് നമ്മളൊന്ന് കൂട്ടായ്മ ആചരിക്കുന്നത്. ആ ഒരു സ്നേഹബന്ധത്തിലാണ് നമ്മൾ ഈ കൂട്ടായ്മ ആചരിക്കുന്നത്. കർത്താവ് പറഞ്ഞിരിക്കുന്നത് എന്തെന്നറിയാമോ? നമ്മൾ ആ സ്നേഹം ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ കൂട്ടായ്മയായിട്ട് ഈ ഒരുമനപ്പെട്ടൊന്നും വന്ന് ഇരിക്കത്തില്ല. നമ്മൾ പല മനസ്സാട്ടേ വന്നിരിക്കത്തുള്ളൂ. നമ്മളിപ്പോൾ ക്രിസ്തുവിലായതുകൊണ്ട് നമ്മൾ ഒരുമനപ്പെട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നത്, ഒരുമനപ്പെട്ട് കണ്ണീര് ഒഴുക്കുന്നതും ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് എന്തുകൊണ്ടാണ്? ആ ക്രിസ്തുവിൻ്റെ സ്നേഹം നമ്മളിൽ ഉള്ളത് കൊണ്ട് മാത്രമാണ്. അപ്പം ദൈവമക്കളെ, നമ്മൾ ഈ അന്ത്യകാലത്ത് ആയിരിക്കുമ്പോഴത്തേക്ക് നമ്മുടെ സ്നേഹത്തിൽ, നമ്മുടെ ഉള്ളത്തിൽ നിന്ന് സ്നേഹം നമ്മളെ ഉത്ഭവിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് മനസ്സിലാക്കാൻ, നമ്മുടെ ഉള്ളത്തിൽ ആരുണ്ട്? കർത്താവുണ്ട്. ആരുണ്ട്? ഒന്ന് പറഞ്ഞെന്ന്. എൻ്റെ ഉള്ളത്തിൽ എൻ്റെ കർത്താവുണ്ട്. കർത്താവ് എങ്ങനെയാണ്? ചലിച്ചുകൊണ്ടേയിരിക്കുകയാണ്. എങ്ങനെയാണ് ഈ ചലിക്കാത്ത? എന്തെന്നറിയാവോ? പാപത്തിലോട്ട് അകപ്പെട്ടുകൊണ്ടേയിരിക്കും. നമ്മൾ തന്നെ പറയും ഓരോ കുഞ്ഞുങ്ങൾ ഉപേക്ഷിക്കുന്നത്. ഇപ്പം തന്നെ നമ്മൾ കണ്ടിട്ടുണ്ടോ? അവരെ ഉള്ളത്തിൽ എന്തില്ല? സ്നേഹമില്ല. ആ സ്നേഹമില്ലായ്മ എന്തുകൊണ്ടാണ്? അവരെ ഉള്ളിൽ ദൈവമില്ല. എന്തെന്നറിയാവോ? നമ്മൾ സ്നേഹിക്കുന്ന ക്രിസ്തുവിനെ സ്നേഹിക്കുന്നു, അവർ സ്നേഹിക്കുന്ന ലോകത്തെ സ്നേഹിച്ചുകൊണ്ടേയിരിക്കുന്നു. കർത്താവ് പറഞ്ഞിരിക്കുന്ന ലോകത്തിൽ നിന്ന് മാറി നിന്നിട്ട് കർത്താവിൻ്റെ പറയുന്ന വചനപ്രകാരം നമ്മൾ നടക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമ്മൾ ഈ അന്ത്യകാലത്ത് ആയിരിക്കുമ്പോഴത്തേക്ക് ദൈവമക്കളെ, നമ്മൾ എന്ത് വേണമെന്നറിയാവോ? ക്രിസ്തുവിൻ്റെ ഒരു ഉറവയായിരിക്കണം നമ്മൾ. ക്രിസ്തുവിൻ്റെ ഒരു ഉറവയല്ലെങ്കിൽ നമ്മൾ വായിക്കുന്നതാ, അല്ല പഠിക്കുന്നതാ, അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്നതാ, അല്ല പ്രാപിക്കുന്നതാ ഒന്നിനോട് സദസ്യമാകത്തില്ല. ക്രിസ്തു പറയുന്നത്, നീ എന്നെ സ്നേഹിക്കുന്നെങ്കിൽ എൻ്റെ കൂട്ടുകാരനെ സ്നേഹിക്കും, നീ എന്നെ സ്നേഹിക്കുന്നെങ്കിൽ നീ എൻ്റെ അയൽക്കാരനെ സ്നേഹിക്കും. അപ്പോൾ നമ്മൾ ഈ അന്ത്യകാലത്ത് ആയിരിക്കുമ്പോഴത്തേക്ക് നമ്മളിൽ നിന്ന് സ്നേഹം ഉത്ഭവിക്കണം. ആ സ്നേഹത്തിൻ്റെ കുറവ് കൊണ്ട് ഓരോ വീടുകളിലും പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും, അല്ലെങ്കിൽ ലോകത്തിൽ പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും എന്തുകൊണ്ടാണ്? ഈ സ്നേഹമില്ലായ്മ കൊണ്ടാണ്. അപ്പം ക്രിസ്തു നമ്മളെ പഠിപ്പിക്കുന്ന ആദ്യത്തെ പാഠമാണ്, നീ എന്നെ ഒന്ന് സ്നേഹിക്കും, എന്നിട്ട് നീ മറ്റുള്ളവരെ ഒന്ന് സ്നേഹിക്കാൻ പഠിക്കുക. നമ്മൾ നാവുകൊണ്ട് ഞാനും പറയാറുണ്ട്, കർത്താവിനെ ഞാൻ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്, കർത്താവിന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, എനിക്ക് എൻ്റെ സ്ഥാനത്ത് ഇരിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്നെല്ലാം പറയുന്നുണ്ട്. പക്ഷേ നമ്മളിൽ നിന്ന് ആ സ്നേഹം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ പറ്റുന്നില്ലെന്നുണ്ടെങ്കിൽ എന്തോന്നറിയാവോ? നമ്മളിൽ സ്നേഹമില്ല, ക്രിസ്തുവില്ല, ദൈവവുമില്ല. അപ്പോൾ നമ്മൾ ഈ ദിവസങ്ങളിൽ നമ്മൾ പ്രാർത്ഥനയോടെ ആയിരിക്കുന്ന ദൈവമക്കളെ, ആ ദൈവത്തെ ഹൃദയത്തിലൂടെ നമ്മൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ മറ്റുള്ളവരെ സ്നേഹിക്കാൻ പഠിക്കുക.